നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഫുഡിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചേരുവയാണ് ഗരം മസാല. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ ഗരം മസാലയിലേക്ക് ചേർക്കുന്ന കൂട്ടിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും ഓരോ ഏരിയ അനുസരിച്ചും പിന്നെ ഓരോ വീട്ടിലും ഇതിലേക്ക് ചേർക്കുന്ന ആ സ്പൈസസിന്റെ പ്രൊപ്പോർഷന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ അമ്മയൊക്കെ ചെയ്യാറുള്ള ഒരു ഗരം മസാല റെസിപ്പിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. നിങ്ങളുണ്ടാക്കുന്ന കറിക്കും അതുപോലെ ബിരിയാണിക്കും ഒക്കെ നല്ല ഫ്ലേവർ കിട്ടുന്ന നല്ലൊരു ഗരം മസാല റെസിപ്പിയാണിത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നും അതൊക്കെ ഏതൊരു അളവിൽ എടുക്കണം എന്നുള്ളതും നമുക്ക് നോക്കാം. ഇതിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം 50 ഗ്രാം. കപ്പിലാണെങ്കിൽ 1/2 കപ്പ് പെരുംജീരകം എടുക്കുക. ഗ്രാമ്പു 10 ഗ്രാം, അതായത് 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. പിന്നെ ഏലക്ക 20 ഗ്രാം, 1/4 കപ്പ് ഏലക്ക. കറുവപ്പട്ട 20 ഗ്രാം, അതായത് 1/3 കപ്പ് കറുവപ്പട്ട. ഇത്രയാണ് ഗരം മസാല ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചേരുവകൾ. പിന്നെ വേണ്ടത് കുരുമുളക് 10 ഗ്രാം, അതായത് 1 ടേബിൾ സ്പൂൺ. ജാതിപത്രി 10 ഗ്രാം. അതിൽ എണ്ണം പറയുകയാണെങ്കിൽ 15 എണ്ണം തൊട്ട് ചെറുതാണെങ്കിൽ 20 എണ്ണം വരെ എടുക്കുക. തക്കോലം 10 ഗ്രാം, ഇതും 18 തൊട്ട് 20 തക്കോലം വരെ നമുക്ക് എടുക്കാം. പിന്നെ ഒരു ജാതിക്കയുടെ പകുതി. നമ്മൾ ഈ സ്പൈസസ് ഒക്കെ കടയിൽ നിന്ന് മേടിച്ച ശേഷം അതൊന്ന് നോക്കി അത് ക്ലീൻ ചെയ്യുക. അതിലെന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത ശേഷം വേണം മസാല പൊടിക്കാനായിട്ട്. ഇത് പൊടിക്കുന്നതിന് മുമ്പ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പം അതിനായിട്ട് നല്ല ചൂടിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കാം. ആ പാത്രം ആദ്യം ചൂടാക്കാം. അതിന് ചൂടായ പാത്രത്തിലേക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യണമെന്നില്ല, എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്താൽ മതി. മസാലകൾ കരിഞ്ഞു പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതിന് 1-2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്താൽ പൊടിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഈ സ്പൈസസ് ഒക്കെ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ മറ്റൊന്നുള്ളത്, ഈ മസാലയുടെയൊക്കെ ഫ്ലേവറിനൊരു വ്യത്യാസം വരും. ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കിയാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ ചൂടാക്കുമ്പോൾ ഇതിന് അധികമായിട്ടുള്ള ഈർപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ ഈ മസാല പൊടിച്ച് വെച്ചാലും അത് കുറച്ച് ദിവസം ഇരുന്നോളും. പെട്ടെന്ന് പൂപ്പലൊന്നും വന്ന് പോവില്ല. മസാലയുടെ ഷെൽഫ് ലൈഫ് കൂടി കിട്ടും. പിന്നെ ഈ സ്പൈസസിലൊക്കെ ധാരാളം എസൻഷ്യൽ ഓയിലുണ്ട്. അതിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റൊക്കെ ഇത് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ചൂടായി വരും. നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, നല്ലൊരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 മിനിറ്റാണ് ഇത് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജാറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഒട്ടും ഈർപ്പില്ലാത്ത ജാറ് തന്നെ ഉപയോഗിക്കാം. ഇതേപോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആവണമെന്നില്ല, ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം. നമ്മൾ സൂക്ഷിക്കുന്ന പാത്രവും കുറച്ചു നേരം വെയിലത്തൊക്കെ വെച്ച് നല്ല ഡ്രൈ ആക്കിയ ശേഷം വേണം ഈ മസാലപ്പൊടിയിലേക്ക് ഇട്ട് വയ്ക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഡബിൾ ആയിട്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിട്ടോ ഒക്കെ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗത്തിനായിട്ട് ചെയ്യുമ്പം കുറഞ്ഞ അളവിൽ തന്നെ ചെയ്യുകയാണ് നല്ലത്. കാരണം ഇത് പൊടിച്ചെടുത്ത് വെച്ച് കഴിയുമ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ നാളിത് വെച്ചാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.